ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥ ഭഗവാന്റെ പരമഭക്തയായ ആണ്ടാളിൻ്റെ കഥയാണ്. ചൂടിക്കൊടുത്ത ചൂടർകൊടി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലുള്ള ശ്രീവല്ലിപുത്തൂർ എന്ന സ്ഥലത്താണ് ആണ്ടാൾ ജനിച്ചത്. ശ്രീവല്ലിപുരത്ത് ഭഗവാൻ രംഗനാഥൻ്റെ പരമഭക്തനായിരുന്ന വിഷ്ണുചിത്തൻ എന്ന് പേരുണ്ടായിരുന്ന പെരിയ ആഴ്വാർ ശ്രീവല്ലിപുരത്തിലെ വടവത്രശായി വിഷ്ണു ക്ഷേത്രത്തിലെ പൂന്തോട്ടം നയിക്കുന്നതും പൂക്കളിറുത്തുകൂട്ടി വിഗ്രഹത്തിൽ ചാർത്താനുള്ള മാല കെട്ടുന്നതും വിഷ്ണുചിത്തൻ്റെ ജോലിയായിരുന്നു. ഒരിക്കൽ പെരിയ ആഴ്വാർ പൂക്കൾ ശേഖരിക്കാനായി പൂങ്കാവിലേക്ക് ചെന്നപ്പോൾ അവിടെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഒരു സുന്ദരിയായൊരു പെൺകുഞ്ഞ് കിടക്കുന്നു. സന്തതിയില്ലാതെ സങ്കടപ്പെട്ടിരുന്ന പെരിയ ആഴ്വാർ ഭൂമിയാൽ ദാനം ചെയ്യപ്പെട്ടത് എന്നും ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥമുള്ള കോതൈ എന്ന് പേരിട്ട് ഈ കുട്ടിയെ സ്വന്തം മകളായി വളർത്തി. പരമവിഷ്ണു ഭക്തനായിരുന്ന പെരിയ ആഴ്വാർ കോതയ്ക്ക് പാലും ചോറും പോലെ തന്നെ ശ്രീകൃഷ്ണ ഭക്തിയും വേണ്ടുവോളം ഊട്ടി. ക്രമേണ ശ്രീകൃഷ്ണ സ്മരണ ഒന്നു മാത്രമായിരുന്നു കോതയ്ക്ക് എല്ലാ നേരവും ഉണ്ടായിരുന്നത്. ശ്രീരംഗനാഥനെ അവൾ രാപ്പകൽ ആരാധിച്ചു. വിഷ്ണു ക്ഷേത്രത്തിലെ ദേവന് ചാർത്താൻ കോർത്തുവച്ച മാല ഒരിക്കൽ കോത കഴുത്തിലണിഞ്ഞിട്ടു. എന്നിട്ടവൾ ആലോചിച്ചു, ശ്രീരംഗനാഥൻ എന്നെ മാലയിട്ടാൽ ഞാൻ ഇങ്ങനെ ഇരിക്കില്ലേ? ദേവന്റെ സ്നേഹത്തിന് ഞാൻ പാത്രമാവില്ലേ? ആ വിശ്വവശ്യൻ എന്നെ ഇഷ്ടപ്പെടില്ലേ എന്നെല്ലാം അവൾ സ്വയം ചോദിച്ചു. അമ്പലത്തിലേക്കുള്ള മാല സ്വയം ചൂടിയതിനു ശേഷമാണ് ദേവന് ചാർത്താൻ കോതൈ കൊടുത്തയച്ചിരുന്നത്. ഒരിക്കൽ പൂജാരി ദേവന് ചാർത്താനുള്ള മാലയിൽ ഒരു തലമുടി ഇരിക്കുന്നത് കണ്ടു. മാല അശുദ്ധമായ വിവരം പെരിയ ആഴ്വാറിനെ പൂജാരി അറിയിച്ചു. പൂജാരി ആഴ്വാരോട് പറഞ്ഞു, എന്താണ് ആഴ്വാരെ, ഒരാള് ചൂടിയ മാലയാണോ ശ്രീരംഗനാഥന് ചാർത്താൻ കൊണ്ടുവന്നിരിക്കുന്നത്? ആഴ്വാർക്ക് വളരെ വിഷമമായി. ആഴ്വാരുടെ വിഷമം കണ്ടപ്പോൾ കോതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ എല്ലാവരോടും പറഞ്ഞു, ശ്രീരംഗനാഥന് ചാർത്താനുള്ള മാല അണിഞ്ഞത് ഞാനാണ്. എല്ലാവരും ദയവായി എന്നോട് ക്ഷമിച്ചാലും. എന്നിട്ട് മനസ്സ് നൊന്തവൾ ദേവനോട് മാപ്പപേക്ഷിച്ചു പ്രാർത്ഥിച്ചു. ദേവ, അങ്ങയുടെ മാല്യത്തെ ഞാൻ കളങ്കപ്പെടുത്തിയല്ലോ, എന്നോട് ക്ഷമിച്ചാലും. അന്നു രാത്രി പെരിയ ആഴ്വാരും ക്ഷേത്രത്തിലെ പൂജാരിയും ഒരേ സ്വപ്നം കണ്ടു. അവരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു അത്രേ, ആണ്ടാൾ അണിയുമ്പോഴാണ് ആ മാലയ്ക്ക് ഒരു വിശേഷ സൗരഭ്യമുള്ളത്. അത് അവളുടെ സ്നേഹത്തിൻ്റെ സൗരഭ്യമാണ്. ഇനി മുതൽ ആണ്ടാൾ അണിഞ്ഞതിനു ശേഷമേ എന്നെ ആ മാല അണിയിക്കാവുള്ളൂ. പിന്നീട് ചൂടിക്കൊടുത്ത ചൂടർകൊടി എന്നും ആണ്ടാൾ അറിയപ്പെട്ടു. ഭക്തി കൊണ്ട് ഈശ്വരനെ കീഴ്പ്പെടുത്തിയവൾ എന്ന അർത്ഥത്തിലാണ് ആണ്ടാളെന്ന് കോതയ്ക്ക് പേരുണ്ടായത്. പെരിയ ആഴ്വാർ വളർത്തിയതുകൊണ്ട് ആഴ്വാർ തിരുമകളാർ എന്നും താൻ ചാർത്തിയ പൂമാല ദേവന് ചാർത്തിയതുകൊണ്ട് ചൂടിക്കൊടുത്ത നാച്ചിയാർ, ചൂടിക്കൊടുത്ത ചൂടർകൊടിയാൾ എന്നും ഭക്തന്മാർ ആണ്ടാളിനെ ആദരപൂർവം സ്മരിച്ചു വരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശ്രീരംഗനാഥനെ വിവാഹം കഴിക്കണമെന്നുള്ളത്. കോത വളർന്ന് വിവാഹപ്രായമൊക്കെ എത്തി. അപ്പോൾ അവളുടെ മാതാപിതാക്കളോട് അവൾ പറഞ്ഞു,
എനിക്ക് വേണ്ടി വരനെ അന്വേഷിക്കണ്ട, എന്നെ വിവാഹം കഴിക്കാൻ ശ്രീരംഗനാഥൻ വരും. അവൾ മാതാപിതാക്കളോട് പറഞ്ഞു. ഭഗവാനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീടവൾ ശ്രീരംഗനാഥനെ വിവാഹം കഴിച്ച് അവനിൽ ലയിച്ചുവെന്നും പറയപ്പെടുന്നു. അവളെ വിവാഹം കഴിക്കാൻ രാജാവിനെ പോലെ രംഗനാഥൻ വന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ രാജമന്നാർ എന്നും വിളിക്കുന്നു. പിന്നീട് ആണ്ടാൾ ശ്രീരംഗനാഥ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നാണ് ഐതിഹ്യം. ശ്രീവല്ലിപുത്തൂർ ശ്രീ ആണ്ടാൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ ശ്രീ ആണ്ടാളിൻ്റെ ജന്മനക്ഷത്രം ആഘോഷിക്കുന്നതിനാൽ ആദിപൂരങ്കാർ ഉത്സവം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ്.